ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ചർച്ച ചെയ്തു. പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തത് UDFും BJPയും മുതലെടുത്തെന്നും സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ചയുയർന്നു. പ്രാദേശിക തലത്തിലെ തിരിച്ചടികൾ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ലെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. അതിനിടെ തെരഞ്ഞെടുപ്പ് തിരിച്ചടി വിലയിരുത്താനുള്ള CPI നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളാണ് ഇന്ന് ചേരുന്നത്. സഫാൻ VP ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി. സഫാൻ, CPM സംസ്ഥാന കമ്മിറ്റി പറയുന്ന ചില കാര്യങ്ങൾ, അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെതിരെയൊക്കെ പ്രാദേശിക തലത്തിൽ പോലും ചോദ്യമുയർന്നപ്പോൾ, നടപടിയെടുത്തില്ലേ എന്ന ചോദ്യമുയർന്നപ്പോൾ അതിനു മുൻപിൽ മറുപടി ഉണ്ടായില്ല, പ്രതിരോധിക്കാനായില്ല എന്നുള്ള ഒരു പ്രധാന വിഷയമാണ്. പിന്നീട് പ്രാദേശിക ഘടകങ്ങളിലൊക്കെ വലിയ തിരിച്ചടി ഉണ്ടായപ്പോൾ ആ ഒരു വീഴ്ച മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വിലയിരുത്തലുണ്ട്. പക്ഷേ ഇതിലെവിടെയും ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്നൊരു കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച നടന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു വികാരം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാണോ സംസ്ഥാന കമ്മിറ്റി ഇന്നലെ അവസാനിച്ചത്? ഗുഡ് മോർണിംഗ് ജിൽസി സൈഫുദ്ദീൻ. ഇന്നലെ ചേർന്ന സംസ്ഥാന കമ്മിറ്റിയുടെ തുടർച്ചയാണ് ഇന്ന് 10 മണിക്ക് ചേരുന്നത്. ഇന്നലെ പ്രധാനമായും സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ശബരിമല സ്വർണ്ണക്കൊള്ള കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ CPIMൻ്റെ തിരിച്ചടിക്ക് കാരണമായി എന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഭൂരിഭാഗം ആളുകളും സമ്മതിക്കുന്ന ആ തരത്തിലേക്ക് ചർച്ചകൾ പോകുന്ന ഒരു തലത്തിലേക്കാണ് ഇന്നലെ പ്രധാനമായും വന്നത്. പ്രത്യേകിച്ച് CPIMൻ്റെ മുൻ MLAയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കൂടിയായ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാത്തതിൽ ജിൽസി സൂചിപ്പിച്ച പോലെ ജനങ്ങളോട് വിശദീകരിക്കാൻ പാർട്ടി നേതൃത്വത്തിന് പ്രാദേശിക തലത്തിൽ തന്നെ പ്രയാസമുണ്ട്. ഇത്തരം വിഷയങ്ങളടക്കം അടിത്തട്ടിൽ വലിയ തിരിച്ചടിയായി അത് തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെയും ബാധിച്ചു എന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട ചർച്ചയാണ്. ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസും UDFും ഉയർത്തിയ പ്രചാരണങ്ങളെ ചെറുക്കാൻ പാർട്ടിക്കായില്ല. പ്രത്യേകിച്ച് 2 വിഷയങ്ങളായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ മാധ്യമ ചർച്ചയായി വന്നിരുന്നത്. അതിലൊന്ന് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയവും മറ്റേ സ്വർണ്ണക്കൊള്ളയിലെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയവുമായിരുന്നു. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസ് അദ്ദേഹത്തിനെതിരെ, രാഹുൽ മാങ്കൂട്ടം MLAക്കെതിരെ പാർട്ടി തലത്തിലും സംഘടനാ തലത്തിലൊക്കെ നടപടിയെടുക്കുന്ന ഒരു സമയത്ത് കൂടി എന്തുകൊണ്ട് ഈ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പത്മകുമാറിനെതിരെ പാർട്ടി തലത്തിൽ നടപടിയെടുക്കുന്നില്ല എന്നൊരു വിമർശനമാണ് ഉയരുന്നത്. അതിനപ്പുറത്തേക്ക് ജിൽസി സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഈ 2ാം പിണറായി സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോഴും പാർട്ടി നേതൃത്വം എന്നാണ് ഇന്നലെ ചേർന്ന അടക്കം ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വിലയിരുത്തിയത്. അത് സംബന്ധിച്ചുള്ള എന്തായാലും കൂടുതൽ ചർച്ചകൾ ഇന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. CPIയും ഇന്ന് നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട്. രാവിലെ സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങൾ 10 മണിക്ക് തന്നെ CPIയുടെ നേതൃത്വത്തിലും യോഗങ്ങൾ ചേരും. നേരത്തെ VC നിയമനത്തിലെ അനുനയത്തിലടക്കം CPIക്ക് വലിയ എതിർപ്പുണ്ടെങ്കിലും അതൊരു പരസ്യപ്പെടുത്തിയിട്ടില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകൾ തുടങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു ചർച്ച ഇപ്പോൾ മുന്നണിക്ക് ഗുണം ചെയ്യുന്നില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയാണ് CPI. ഏതായാലും 2 യോഗങ്ങൾക്കും ശേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇടതുമുന്നണിയുടെ യോഗവും ഉണ്ടാകും. ഇന്ന് CPI സംസ്ഥാന ഉടനടി തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ തിരിച്ചടി വിലയിരുത്താനുള്ള യോഗമാണ്. അപ്പോൾ CPIയുടെ യോഗവും CPM ചില വിലയിരുത്തലുകൾ നടത്തുമ്പോൾ CPI ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. താഴെത്തട്ടിൽ പ്രവർത്തകർക്ക് വലിയ ആലസ്യം ഉണ്ടായി എന്ന ഒരു സ്വയം വിമർശനം 1ാം ദിവസം ഉയർന്നിട്ട് ഞാനത് അംഗീകരിക്കില്ല. ഞാനും അംഗീകരിക്കില്ല. CPM പ്രവർത്തകർക്ക് ഈ അടിസ്ഥാനപരമായി താഴെത്തട്ടിൽ ഒരു ആലസ്യവുമില്ല. അവരുടെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കുന്ന ഒരു മെക്കാനിസം അത് എല്ലാ തെരഞ്ഞെടുപ്പുകളും അങ്ങനെ. ഇപ്പോഴും കേരളത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് താഴെത്തട്ടിൽ ഇത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രവർത്തനം നടത്താൻ പറ്റുമെങ്കിൽ അത് CPMന് മാത്രം. അതൊരു കാരണമാണ് എന്ന് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നില്ല. മറ്റു കാരണങ്ങളെ കുറിച്ച് ആലോചിക്കാവുന്നതാണ് അവർക്ക്. കാരണം മാത്രമല്ല, ഈ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്കിടയിൽ ചെല്ലുമ്പോൾ അവർക്ക് കേൾക്കേണ്ടി വരുന്ന പല കാര്യങ്ങളിൽ അവർക്ക് പ്രതിരോധം ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിനെന്തായാലും താഴെത്തട്ടിലുള്ളവരല്ല ഉത്തരവാദി എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, അപ്പോൾ അത് CPMലെ കാര്യം.